ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, തപസ്സുകാലം 5-ാം ഞായറിലേക്ക് നാം കടക്കുകയാണ്. യോഹന്നാൻ 12-ാം അധ്യായം 20 മുതൽ 33 വരെ വാക്യങ്ങളാണ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലായി 4-ാം സുവിശേഷത്തിലെ തന്നെ അടയാളങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള പ്രാരംഭ അധ്യായങ്ങളിലെ 2 ഭാഗങ്ങളാണ് നാം വിചിന്തനം ചെയ്തത്. പ്രസ്തുത അടയാളങ്ങളുടെ പുസ്തകത്തിലെ അവസാന ഭാഗത്ത് നൽകപ്പെടുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തേത്. ജെറുസലേമിൽ യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഗ്രീക്കുകാർ അവിടുത്തെ അന്വേഷിക്കുകയാണ്. പ്രസ്തുത ഗ്രീക്കുകാർ ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന യഹൂദ ജനവിഭാഗത്തിൽപ്പെട്ടവരോ പാലസ്തീനയ്ക്ക് പുറമേ നിന്ന് വരുന്ന യഹൂദരോ അല്ല. മറിച്ച് ഭാവിയിൽ എന്നെങ്കിലും യഹൂദ മതം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന വിജാതീയ ഗണമായിരുന്ന ഈ ഗ്രീക്കുകാർ. പെസഹ തിരുനാളിന് പങ്കെടുക്കാനെത്തിയ തീർത്ഥാടകരാണ് അവർ. ആയതിനാൽ അവർ യഹൂദ മതകാംക്ഷികളായി കരുതപ്പെടുന്നു. എന്നാൽ 4-ാം സുവിശേഷകൻ ഈ ഗ്രീക്കുകാരെ യേശുവിൽ ആകൃഷ്ടരാകുന്ന വിജാതീയ ലോകത്തിൻ്റെ പ്രതിനിധികളായി അവതരിപ്പിക്കുകയാണ്. കാരണം ലോകം യേശുവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് ഫരീസയർ തങ്ങൾ അറിയാതെ പറയുന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗ്രീക്കുകാർ യേശുവിനെ അന്വേഷിക്കുന്നത് ലോകം അവൻ്റെ പുറകെ പോയി എന്നതിൻ്റെ പൂർത്തീകരണമായി നിലകൊള്ളുന്നു. യേശുവിന് വേണ്ടിയുള്ള അന്വേഷണം ഗ്രീക്കുകാരെ കൊണ്ടെത്തിക്കുന്നത് പീലിപ്പോസിന്റെ അടുക്കലാണ്. പീലിപ്പോസ് ഈ വിവരം അന്ത്രയോസിനെ അറിയിക്കുന്നു. ഇവർ 2 പേരും, പീലിപ്പോസും അന്ത്രയോസും, യേശുവിൻ്റെ ആദ്യ 4 ശിഷ്യരിൽപ്പെട്ടവരാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. യഹൂദരായ പീലിപ്പോസും അന്ത്രയോസും യേശുവിനെ കണ്ടതിലൂടെയാണ് ശിഷ്യരായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയിൽ കാണുക എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതിലൂടെ അവരും യേശുവിൻ്റെ ശിഷ്യരായി തീരുവാൻ മുന്നോട്ട് വരുന്നു. ആയതിനാൽ ഫിലിപ്പോസിൻ്റെയും അന്ത്രയോസിൻ്റെയും സാന്നിധ്യം യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ യഹൂദരുടെ വിളിയും യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ വിജാതീയരുടെ വരവും തമ്മിലുള്ള ബന്ധം കാണിക്കുകയാണ്. യേശുവിനെ കാണുവാനുള്ള ഗ്രീക്കുകാരുടെ വരവ് തൻ്റെ മഹുദ്ധീകരണത്തിൻ്റെ സമയമായി യേശു പ്രഖ്യാപിക്കുന്നു. ദൈവം ഒരുക്കുന്ന രക്ഷാകര പദ്ധതിയിൽ വിജാതീയരും ഉൾപ്പെടുന്നു. യേശുവിൻ്റെ ഉയർത്തപ്പെടലിലൂടെ, അതായത് സഹന മരണ ഉത്ഥാനത്തിലൂടെ, യഹൂദരും വിജാതീയരുമായ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ യേശു സാധ്യമാക്കുന്നു. ഇപ്പോൾ വിജാതീയരായ ഗ്രീക്കുകാർ യേശുവിനെ സമീപിക്കുന്നതോടെ തൻ്റെ ജീവൻ ബലിയർപ്പിക്കുവാൻ സമയമായെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം 4-ാം സുവിശേഷത്തിലെ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രഥമ ബോധ്യപ്പെടുത്തലാണ്.
ഇതിന് ഉപോദ്ബലമായി ആ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ ജീവിതഗന്ധിയായ വിത്ത് വിതയ്ക്കൽ ഗോതമ്പ് മണി പ്രതീകമായി ചേർത്ത് യേശു തൻ്റെ മരണത്തെ വ്യാഖ്യാനിക്കുന്നു. കാർഷിക വൃദ്ധിയെ സംബന്ധിക്കുന്ന ഈ പ്രതീകം അർത്ഥമാക്കുന്നത് കേവലം ഒരു ധാന്യമണിയുടെ അഴുകലിൽ 1000 മണികൾ ഉയിർക്കൊള്ളുന്നത് പോലെ ഒരു ജീവന്റെ അർപ്പണം അനേകർക്ക് ജീവദായകമായി മാറുന്നു. ബലിദാനത്തിൻ്റെ അകംപൊരുൾ തുടർന്നുള്ള വാക്യത്തിലും യേശു ഉദ്ധരിക്കുന്നുണ്ട്. സ്വജീവൻ കാത്തു സൂക്ഷിക്കുന്നതിന് ഉപരിയാണ് ജീവൻ ബലി നൽകുന്നതിലൂടെ കൈവരുന്ന നിത്യജീവൻ. ജീവൻ ബലിയായി നൽകുന്ന യേശുവിൻ്റെ ശുശ്രൂഷയിലേക്കുള്ള വിളി സ്വീകരിക്കുന്നവർ ഇപ്രകാരം ജീവൻ അർപ്പിക്കുവാനും അതിലൂടെ യേശുവും പിതാവുമായി ഒന്നായി തീരുവാനും, അതായത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനും യോഗ്യരായി തീരുന്നു. ആത്മസമർപ്പണത്തിൻ്റെ സഹനം തൻ്റെ മരണത്തെ കേന്ദ്രീകരിക്കുന്ന മണിക്കൂറായി തുടർന്ന് യേശു എടുത്തു കാട്ടുന്നു. ഈ ആത്മസമർപ്പണത്തിൻ്റെ മണിക്കൂറിൽ യേശു സഹനത്തെ മുഖാമുഖം കാണുകയാണ്. ഈ മരണവേദനയെ അതേപടി യേശു പിതാവിൻ്റെ മുൻപിൽ കാഴ്ചവെക്കുന്നു. പിതാവുമായുള്ള യേശുവിൻ്റെ അഗാധമായ ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു. പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശുവാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റേണ്ടത്. പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് യേശു കുരിശിലൂടെയാണ്, അഥവാ കുരിശ് മരണത്തിലൂടെയാണ്. സ്വർഗത്തിൽ നിന്ന് ആ സമയത്തുണ്ടായ സ്വരം യേശുവിൻ്റെ ആത്മസമർപ്പണത്തോടുള്ള പിതാവിൻ്റെ പ്രത്യുത്തരമായി നാം മനസ്സിലാക്കണം. യേശു തൻ്റെ ശുശ്രൂഷയിലുടനീളം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തി. സഹന മരണ ഉദ്ധാന വഴി യേശു പിതാവിൻ്റെ നാമത്തെ ഇനിയും മഹത്വപ്പെടുത്തും. യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു. പിതാവിൻ്റെ സ്വരം ജനക്കൂട്ടം തിരിച്ചറിയുന്നില്ലെങ്കിലും യേശു പിതാവിൻ്റെ സ്വരം ഗ്രഹിക്കുകയാണ്. ലോകശക്തികൾക്കു മേലുള്ള യേശുവിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതാണ് അവിടുത്തെ കുരിശിലുള്ള ഉയർത്തപ്പെടൽ. സകല മനുഷ്യരെയും മരണത്തിലൂടെ തന്നിലേക്ക് ആകർഷിക്കുക വഴി പിതാവിൻ്റെ രക്ഷാകര പദ്ധതി യേശു പൂർത്തിയാക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവരുടെ മഹത്വം കുരിശാണ്. കാരണം ജീവിതത്തിൽ ലഭിച്ച മറ്റേതൊരു അനുഗ്രഹത്തെക്കാളും കുരിശ് ദൈവസ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ദൈവസ്നേഹത്തിൻ്റെ സാർവത്രിക അടയാളമാണ്. യേശുവിനെ അനുഗമിക്കുവാനുള്ള സാർവത്രിക ക്ഷണവും കുരിശ് തന്നെയാണ്. സ്നേഹം നമ്മെ കുരിശിലേക്ക് നയിച്ചേക്കാം, എങ്കിലും കുരിശിനു ശേഷം ഉയിർപ്പ് ഉണ്ട് എന്ന കാര്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.